ഹായ് നമസ്കാരം, എല്ലാവർക്കും SZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളൊരു 7th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പോസ്റ്റ് PSC വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ വെറും 7ാം ക്ലാസ് മാത്രമാണ്. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 വയസ്സാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലേക്ക് സർവേ ലാസ്കർ, ഡിപ്പോ ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചേഴ്സ്, പ്ലാന്റേഷൻ വാച്ചേഴ്സ്, TB വാച്ചേഴ്സ്, ടിംബർ സൂപ്പർവൈസർ, ടോപ്പ് വാർഡൻ, റിസർവ് വാച്ചർ ആൻഡ് ഡിസ്പെൻസറി അറ്റൻഡൻസ്. ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്കൊക്കെ നെയിം ഓഫ് ദ പോസ്റ്റ് ആണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കെയിൽ ഓഫ് പേ വരുന്നത് 23,000 മുതൽ 50,200 രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നമുക്ക് പോകുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏകദേശം 6 ജില്ലകളിലേക്കാണ് ഈ ഒരു പോസ്റ്റിന് ഇപ്പം നമുക്ക് നിലവിലെ വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ ഈ ജില്ലകളിലേക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഒരൊറ്റ എക്സാം ഉണ്ടാകും. ആ എക്സാം എഴുതിയിട്ടായിരിക്കും നമ്മൾ ഡയറക്റ്റ് അതിനകത്തോട്ട് ആ ഒരു പോസ്റ്റിലേക്ക് അപ്പിയർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും, OBC കാറ്റഗറി 43, SC ST 45 വയസ്സ് വരെയുള്ളവർക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, പലർക്കും ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. നമ്മൾ കേരള PSCയുടെ സൈറ്റിൽ പോകുക, നിങ്ങളൊരു അക്ഷയ സെൻറ്ററിലോ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോവുക, അല്ലെങ്കിൽ കേരള PSC തുളസി എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് നമ്മളുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പോവില്ലേ, അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ കേരള PSC അണ്ടറിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻസും ഡീറ്റെയിൽസും എല്ലാം എൻട്രി ചെയ്യുക. എൻട്രി ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. അതിന് പോസ്റ്റിൽ നേരെ പോയിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അക്ഷയ പോയി PSC 1 ടൈം രജിസ്റ്റർ എന്ന് പറയുക. അതിനുശേഷം ഈ ഒരു പോസ്റ്റ് പറഞ്ഞു കൊടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യിപ്പിക്കുക. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിഗ്രി PG ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊന്നും തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. ഇനി മറ്റൊരു കാര്യം, ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനും ഈ എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് സ്പെസിഫിക് ക്രൈറ്റീരിയൻ പറയുന്നുണ്ട്. ഹൈറ്റ് 163 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത്. ഇനി ചെസ്റ്റ് നോർമൽ 79 സെൻറ്റിമീറ്റർ, SMS ആണ് പറയുന്നത്. അതുപോലെ തന്നെ മിനിമം ചെസ്റ്റ് എക്സ്പാൻഷൻ പറഞ്ഞിട്ടുണ്ട്. നോർമൽ മിനിമം 79ഉം അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്ററും പറഞ്ഞിട്ടുണ്ട്. 5 cms പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് 7ാം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് എങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. അപ്പം നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മെജോറിറ്റി ആളുകൾ ഇതിന് അപ്ലൈ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഈ ഒരു കാര്യത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാനം ഇപ്പം നിങ്ങൾക്ക് അപ്ലൈ ഡേറ്റ് ആണ് നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ മാസത്തിലെ 2 ആണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് തീയതി വരുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. മാത്രമല്ല, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ ബാച്ച് SZB അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം സർക്കാർ ജോലി എന്നൊരു സ്വപ്നമുണ്ട് എങ്കിൽ ഈ ഒരു വാച്ചർ ആൻഡ് അറ്റൻഡർ ബാച്ചിലേക്ക് നമ്മൾ കൊടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് സിലബസ് വന്നിട്ട് സ്വയം പഠിച്ചോളാനല്ല നമ്മൾ പറയുന്നത്. നമുക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ട്. SZB അക്കാഡമിയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതായത് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മാക്സിമം എന്താ പറയുന്നത്, ക്ലാസ്സസ് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനായിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് Day 1, Day 2, Day 3, Day 4 അങ്ങനെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു Day 150 വരെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. ഡെയിലി എക്സാം നമ്മൾ തരുന്നുണ്ട്. Day 1 എക്സാം ഉണ്ട്, Day 2 എക്സാം ഉണ്ട്, Day 3 എക്സാം ഉണ്ട്. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 ഡേയ്സ് കൂടുമ്പോൾ OMR എക്സാം ഉണ്ട്, മന്ത്ലി എക്സാംസ് ഉണ്ട്, റിവിഷൻ ക്ലാസ്സസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക. അതേപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.